ഓം ശ്രീ ഗണേശായ നമ. ഓം ശ്രീ ഗണേശ ശാരദാ ഗുരുഭ്യോ നമ. ഓം സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓം ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാശിവം. ഹര ഹര മഹാദേവ സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം ശ്രീ മഹാദേവ്യൈ നമ. ഓം ശ്രീ മഹാത്രിപുരസുന്ദര്यै നമ. ഹരി ഓം. ശ്രീ ശങ്കര ഭഗവത്പാദ വിരചിത സൗന്ദര്യലഹരി സ്തോത്ര പഠന പരമ്പരയിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം, സുദിനം നേരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 75-ാമത്തെ ശ്ലോകത്തിൽ ദേവിയുടെ മുലപ്പാലിനെ കുറിച്ച് പറഞ്ഞു. അടുത്തത് 76-ഉം 77-ഉം ദേവിയുടെ നാഭിയെക്കുറിച്ചും ഒക്കെയാണ് പറയുന്നത്. ആദ്യം നമുക്ക് 76-ഉം 77-ഉം ഇന്ന് 2 ശ്ലോകങ്ങൾ എടുക്കാം. കാരണം ആദ്യത്തെ 76 കുറച്ച് കുറവേ ഉള്ളൂ, വിവരിക്കാൻ അധികമില്ല, അപ്പോൾ 2 എടുക്കാം. ആദ്യം ശ്ലോകം വായിക്കാം. ആദ്യത്തെ ശ്ലോകം: ഓം സൗന്ദര്യലഹരി കർത്രേ സർവമംഗളദായിനേ ശങ്കരാചാര്യവര്യായ യതിരാജായ തേ നമാം. ഓം. ശ്ലോകം 76. ഖരക്രോധജ്വാലാവലിഭിരവലീടേന വപുഷാം ഗഭീരേ തേ നാഭീ സരസി കൃതസംഗോ മനസി ജഹാം സമുത്തസ്ഥൗ തസ്മാദചലതനയേ ധൂമലതികാ ജനസ്താം ജാനീതേ ജനനി തവ രോമാവലിരിതി. വാക്കുകൾ നോക്കാം. ഹര ക്രോധജ്വാലാവലിഭി അവലീഠേന വപുഷ ഗഭീരേ തേ നാഭീസരസി കൃതസംഗഃ മനസിജഃ സമുത്തസ്ഥൗ സമുത്തഃ തൗ ആണ് സമുത്തസ്ഥൗ എന്നായത്. തസ്മാത് അചലതനയേ ധൂമലതിക ജനഃ താം ജനസ്താം ജാനീതേ ജനനീ തവ രോമാവലിഹി ഇതി. അപ്പം എങ്ങനെ വായിക്കും? ഹരക്രോധജ്വാലാവലിഭിരവലീടേന വപുഷ ഗഭീരേ തേ നാഭീ സരസി കൃതസംഗോ മനസി ജഹാം സമുത്തസ്ഥൗ തസ്മാദചലതനയേ ധൂമലതികാ ജനസ്താം ജാനീതേ ജനനി തവ രോമാവലിരിതി. ഇനി നമുക്ക് ഓരോ വാക്കിൻ്റെ അർത്ഥം നോക്കാം. ഹരൻ എന്ന് പറഞ്ഞാൽ മഹാദേവൻ. ക്രോധജ്വാലാവലിഭിരവലീടേന ഹരക്രോധജ്വാല, മഹാദേവൻ്റെ ക്രോധത്തെപ്പറ്റി നമുക്കറിയാം അല്ലേ? 3ാമത്തെ കണ്ണ് തുറന്നാൽ എല്ലാം ഭസ്മായി പോകും. അതാണ് ക്രോധം. ഭഗവാന് ക്രോധം വന്നാൽ ജ്വാലാവലിഭിഹി, ഭഗവാന്റെ ആ ക്രോധത്തിൻ്റെ കൂട്ടം. അവലീഠേന വപുഷ, അവലീഠം അത് ബാധിച്ച ആ ക്രോധത്തെ ബാധിച്ച വപുസ് ശരീരം, വപുഷ ശരീരത്താൽ, ഗഭീരേ ആഴമുള്ളത്, തേ നിന്തിരുവടിയുടെ ദേവിയുടെ നാഭീസരസി നാഭിയാകുന്ന സരസിൽ, അതായത് ദേവിയുടെ പുക്കളിനെ
ഒരു സരസായിട്ട് കവി ഇവിടെ കണ്ടിരിക്കുന്നു. കൃതസംഗ. കൃതസംഗ എന്ന് പറഞ്ഞാൽ സംഘത്തെ ചെയ്തു എന്ന് പറഞ്ഞാലോ, ആ നാഭിയെ ഒരു സരസായിട്ട് കണ്ട് ഈ കാമദേവൻ മനസ്സിജഹ ലാസ്റ്റ് രണ്ടാമത്തെ ലൈനിൽ ലാസ്റ്റ് മനസ്സിജൻ എന്ന് പറഞ്ഞാൽ കാമദേവൻ. അപ്പം മഹാദേവൻ്റെ ക്രോധത്തിന് ഇരയാക്കപ്പെട്ട ആ കാമദേവൻ ദേവിയുടെ നാഭിയാകുന്ന സരസിൽ മുങ്ങിപ്പോയി, എന്താ പറയുക, മുങ്ങി താണു, അല്ലെങ്കിൽ മുങ്ങി എന്നർത്ഥം. അതിൽ നമ്മൾ ചാടുക എന്ന് പറയും, ചാടി. അപ്പോൾ ആ സരസിലേക്ക് ചാടി. എന്തിനാ? ആ ദേവിയുടെ നാഭിയെ ഒരു സരസായി കണ്ട് അതിലേക്ക് ചാടി. ആ സരസിൽ വെള്ളത്തിലേക്ക് ഒരു തീക്കട്ടയെ എടുത്ത് വെള്ളത്തിലേക്ക് ഇട്ടാൽ എന്താ ഉണ്ടാകുക? അതിൽ നിന്ന് പുക വരും, ഇല്ലേ? അതാ ഇവിടെ മൂന്നാമത്തെ ലൈനിൽ സമുത്തസ്തൗ തസ്മാത്. അതിലേക്ക് എടുത്ത് ചാടിയപ്പോൾ അചല തനയെ, അല്ലയോ പാർവതി ദേവി, ധൂമലതിക. ധൂമം എന്ന് പറഞ്ഞാൽ പുക. അപ്പോൾ അതിൽ നിന്ന് പൊങ്ങിയ ആ പുക പടലം അല്ലെങ്കിൽ പുക കൂട്ടം, അത് അല്ലയോ ജനനി, അല്ലയോ അമ്മേ, തവ നിന്തിരുവടിയുടെ രോമാവലി എന്ന് ജനഹ ജാനീതെ, ജനഹ താം ജാനീതെ, ജനങ്ങൾ അതിനെ, താം എന്ന് പറഞ്ഞാൽ അവളെന്നോ അതിനെന്നോ ഒക്കെ എടുക്കാം, ജാനീതെ. അപ്പോൾ ആ ധൂമ പടലത്തെ രോമാവലിയായി മനസ്സിലാക്കുന്നു. ജാനീത എന്ന് പറഞ്ഞാൽ അറിയുക, മനസ്സിലാക്കുക, കരുതുക എന്നൊക്കെ അർത്ഥം. അപ്പം ഇവിടെ ദേവിയുടെ ആ രോമാവലിയായിട്ട് ആ ധൂമപടലത്തെ കരുതുന്നു, മനസ്സിലാക്കുന്നു എന്നർത്ഥം. ജനനി, അല്ലയോ ലോകമാതാവേ, ലോകത്തിൻ്റെ മുഴുവൻ അമ്മയാണല്ലോ ദേവി. അപ്പോൾ ഇവിടെ ഹരക്രോധജ്വാലാവലിഭിഹി, മഹാദേവൻ്റെ ക്രോധത്താലുണ്ടായ ആ ജ്വാല, കോപാഗ്നികളുടെ ജ്വാലയുടെ കൂട്ടത്താൽ, അതിൻ്റെ ആ കോപാഗ്നിജ്വാലയുടെ കൂട്ടത്താൽ അവലീഠേന വപുഷ, അതിൽ ജ്വാലയാൽ ബാധിക്കപ്പെട്ട ശരീരത്തോടുകൂടി, വപുഷ ശരീരത്തോടുകൂടി അല്ലെങ്കിൽ വ്യാപിക്കപ്പെട്ട ശരീരത്തോടുകൂടി, ഗഭീരേതേ നാഭീസരസി, നിന്തിരുവടിയുടെ ആഴമുള്ള നാഭീരൂപമായ സരസിൽ കൃതസംഗ, മുങ്ങിക്കുളിച്ച അല്ലെങ്കിൽ മുങ്ങിപ്പോയ മനസ്സിജ സമുത്തസ്ഥൗ, മനസ്സിജൻ കാമദേവൻ, മന്മഥൻ, മുങ്ങിപ്പൊങ്ങുക എന്ന് പറയും. സമുത്തസ്ഥൗ പടർന്ന് കയറുക, മുങ്ങിപ്പൊങ്ങുക എന്നൊക്കെ അർത്ഥം. പടർന്ന് കയറി. തസ്മാത് അതിങ്കൽ നിന്ന് എന്ന് പറഞ്ഞാലോ, ഏതിൽ നിന്നാ? ആ നാഭീസരസിൽ നിന്ന് മുങ്ങിപ്പൊങ്ങി. അചല തനയെ, അല്ലയോ, അചലം എന്ന് പറഞ്ഞാൽ പർവ്വതം, തനയ പുത്രി. അപ്പം അല്ലയോ പർവ്വതപുത്രി, പാർവതീ ദേവി എന്നർത്ഥം. അല്ലയോ പാർവതീ ദേവി, ധൂമലതിക പുകക്കൂട്ടം, ജനഹാതാം ജനങ്ങൾ അതിനെ, ജാനീതേ അറിയുന്നു, വ്യവഹരിക്കുന്നു. ജനനീ തവ രോമാവലിഹി ഇതി, അല്ലയോ ലോകമാതാവേ, നിന്തിരുവടിയുടെ രോമാവലിയാണോ എന്ന് ജനങ്ങൾ വ്യവഹരിക്കുന്നു, മനസ്സിലാക്കുന്നു എന്ന് അർത്ഥം. ഹരക്രോധജ്വാലാവലിഭിരവലീഠേന വപുഷ ഗഭീരേ തേ നാഭീസരസി കൃതസംഗോ മനസി ജഹാം സമുത്തസ്ഥൗ തസ്മാദചലതനയേ ധൂമലതിക
ജനസ്താം ജാനീതേ ജനനി തവ രോമാവലിരിതി. അല്ലയോ ജഗന്മാതാവായ പാർവതീദേവി, പരമേശ്വരൻ്റെ കോപാഗ്നിജ്വാല സമൂഹം വ്യാപിച്ച ശരീരത്തോടു കൂടി മന്മഥൻ നിന്തിരുവടിയുടെ ആഴമുള്ള നാഭീസരസിൽ മുങ്ങിക്കളഞ്ഞു. അപ്പോൾ അതിൽ നിന്ന് പുകക്കൂട്ടം പൊങ്ങി. ജനങ്ങൾ അതിനെ നിന്തിരുവടിയുടെ രോമാവലി എന്ന് വ്യവഹരിക്കുന്നു. അതായത് നാഭിയുടെ താഴെ ഇങ്ങനെ രോമാവലികളുണ്ട് താഴേക്ക്. അതാണോ എന്ന് ജനങ്ങൾ വിചാരിക്കുന്നു എന്ന് അർത്ഥം. ഈ ശ്ലോകത്തിൻ്റെ അലങ്കാര ഉൽപ്രേക്ഷ. ഇനി അടുത്ത ശ്ലോകം നമുക്ക് നോക്കാം. അടുത്ത ശ്ലോകം യഥേതത്കാളിന്ദീ തനുതരതരംഗാകൃതി ശിവേ കൃശേ മധ്യേ കിഞ്ചിത് ജനനി തവ യദ്വാദിസുധിയാം വിമർദ്ദാദന്യോന്യം കുജകലശയോരന്തരഗതം തനുഭൂതം വ്യോമ പ്രവിശതിവ നാഭിം കുഹരിണീം. ഇവിടെ ഏതത് കാളിന്ദീ തനു തരതരംഗാകൃതി. കാളിന്ദീ തനു തരതരംഗാകൃതി ശിവേ കൃശേ മധ്യേ കിഞ്ചിത് ജനനി തവ യത് ആദി സുധിയാം വിമർദ്ദാത് അന്യോന്യം കുചകലശയോഃ അന്തരഗതം തനൂഭൂതം വ്യോമ പ്രവിശത് ഇവ നാഭീം കുഹരിണി. നമുക്ക് ആ വാക്കുകളുടെ അർത്ഥമൊക്കെ എന്താണെന്ന് നോക്കാം. യഥേതത്കാളിന്ദീ തനുതരതരംഗാകൃതി ശിവേ കൃശേ മധ്യേ കിഞ്ചിത് ജനനി തവ യദ്വാദിസുധിയാം വിമർദ്ദാദന്യോന്യം കുചകലശയോരന്തരഗതം തനൂഭൂതം വ്യോമ പ്രവിശതിവ നാഭിം കുഹരിണീം. ഓരോ വാക്കിൻ്റെ അർത്ഥം നോക്കാം. ഏതത് അതായത് ഏതൊരു വസ്തു, അതെന്ന് പറഞ്ഞത് ഇവിടെ രോമാവലി, ആ രോമവള്ളിയെയാണ് ഏതെന്ന് പറഞ്ഞത്. അത് കാളിന്ദീ തനുതര തരംഗാകൃതി, കാളിന്ദീ നദിയുടെ ചെറിയ തരംഗാകൃതി. ശിവേ, അല്ലയോ ശിവേ. ശിവ എന്ന വാക്കിൻ്റെ അർത്ഥം മംഗളം അല്ലെങ്കിൽ സുഖം. അപ്പോൾ ശിവേ എന്ന് പറഞ്ഞാലോ അല്ലയോ മംഗളകാരിണി, അല്ലയോ മംഗളസ്വരൂപേ. കൃശേ മധ്യേ, കൃശം എന്ന് പറഞ്ഞാൽ ഒതുങ്ങിയത്, മെലിഞ്ഞത് എന്നൊക്കെ അർത്ഥം. കൃശേ മധ്യേ, മധ്യം എന്ന് പറഞ്ഞാലോ ശരീരത്തിൻ്റെ മധ്യഭാഗം വയറ്. അപ്പോൾ ഒട്ടിയ വയറോടുകൂടിയവളെ കൃശേ മധ്യേ, ദേവിയുടെ വയറിൽ കിഞ്ചിത്, കിഞ്ചിത് എന്ന് പറഞ്ഞാൽ അല്പം. അപ്പം ജനനീ, അല്ലയോ അമ്മേ. തവ എന്ന് പറഞ്ഞാൽ നിന്തിരുവടിയുടെ ഭാതി എന്ന് പറഞ്ഞാൽ ശോഭിക്കുക, ഏതൊന്ന് ശോഭിക്കുന്നുവോ. സുധിയാം, സുധി, ധി എന്ന് പറഞ്ഞാൽ ബുദ്ധി, സുധി നല്ല ബുദ്ധി. അപ്പോൾ സുധിയാം എന്ന് പറഞ്ഞാലോ ദേവിയുടെ ഭക്തന്മാർ, നല്ല ബുദ്ധിയുള്ളവർ, വിവേകമുള്ളവർ, വിവേകികൾ എന്നൊക്കെ അർത്ഥം. വിമർദ്ദാത് ഉരസുക, മർദ്ദിക്കുക, അന്യോന്യം അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദിക്കുക, ഉരസുക എന്നൊക്കെ പറയും. വിമർദ്ദാത് അന്യോന്യം കുചകലശയോഹോ, കുചം സ്തനമാണ്, കലശം കുടമാണ്. അപ്പം കുടങ്ങളെ പോലെയുള്ള രണ്ട് വലിയ സ്തനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഉരസുന്നത് കൊണ്ട് അന്തരഗതം അതിൽ നിന്ന് ഉണ്ടായ
അല്ലെങ്കിൽ പെട്ടുപോയ അന്തരഗതം പെട്ടുപോയ തനുഭൂതം വ്യോമ. അപ്പോൾ ആ ദേവിയുടെ സ്തനങ്ങൾ തമ്മിൽ ഉരസിയതുകൊണ്ട് അതിൽ പെട്ടുപോയ തനുഭൂതം നേർത്ത നേർത്ത ആകാശം പോലെ ആ പുക ഇങ്ങനെ നാഭിയിൽ നിന്ന് താഴോട്ട് ഇങ്ങനെ പോകുന്നത് കണ്ട് അത് ആകാശമാണെന്ന്. പ്രവിശദിവ, ആകാശം പ്രവേശിക്കുന്ന, അതായത് ദേവിയിൽ നിന്നാണ് ആകാശം ഉണ്ടാകുന്നതെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാഭിയും കുഹരിണി എന്ന് പറഞ്ഞാൽ അതായത് ഈ ഹോള് അല്ലെങ്കിൽ ഗുഹ പോലെ, കുഴിഞ്ഞ എന്നൊക്കെ അർത്ഥം, കുഴി എന്നൊക്കെ. രന്ധ്രത്തോടു കൂടിയ ആകാശം കുഴിയിലേക്ക് പ്രവേശിക്കുന്നു എന്ന് തോന്നുന്ന വണ്ണം പ്രകാശിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് നമുക്ക് നോക്കാം. യഥേതത് എന്ന് പറഞ്ഞാൽ ഏതൊന്നാണോ അത്, അതായത് രോമവള്ളി, കാളിന്തി തനുതരംഗാകൃതി ശിവേ, കാളിന്തി നദിയുടെ അതിസൂക്ഷ്മങ്ങളായ തിരമാലകളുടെ ആകൃതിയോടുകൂടി. കാളിന്തി നദിയിൽ വലിയ തിരമാലയൊന്നുമില്ല, ചെറിയ തരംഗങ്ങൾ അത്രയേ ഉള്ളൂ. അപ്പോൾ ആ തരംഗങ്ങളുടെ കൂട്ടത്തിൻ്റെ ആകൃതിയോടുകൂടി ശിവേ എന്ന് പറഞ്ഞാൽ അല്ലയോ സർവമംഗളദായിനി, സർവമംഗളയായ ദേവി, സർവമംഗളത്തെയും നൽകുന്ന അല്ലയോ ദേവി, കൃഷേ മധ്യേ, കൃശമായ പ്രദേശത്ത്, അതായത് വയറിൽ കിഞ്ചിത് എന്ന് പറഞ്ഞാൽ ഏതോ ഒന്ന് അല്പം രോമാവലി രൂപമായ ഏതോ ഒരു വസ്തു. ജനനി, അല്ലയോ ലോകമാതാവേ, തവ നിന്തിരുവടിയുടെ യാതൊന്ന് ഭാതി പ്രകാശിക്കുന്നു. സുധിയാം, ഇവിടെ സുധി എന്ന് പറഞ്ഞാൽ സുധി ഭക്തന്മാർക്ക് ശോഭിക്കുന്നു എന്ന് തോന്നും എന്നാണ്. വിമർദ്ദാത് അന്യോന്യം, കലശങ്ങൾ പോലെയുള്ള സ്തനങ്ങളുടെ ഉരസൽ കൊണ്ട്, അല്ലെങ്കിൽ പരസ്പരമുള്ള ഞെരുക്കം കൊണ്ട്, രണ്ട് വലിയ സ്തനങ്ങളാണല്ലോ, അത് രണ്ടും തമ്മിൽ ഉരസുന്നത് കൊണ്ട് കുജകലശയോഹോ, സ്തനങ്ങളാകുന്ന കുടങ്ങൾ, അതിന് അന്തരഗതം മധ്യത്തിലുള്ള തനുഭൂതം വ്യോമ. അപ്പോൾ ആ വയറിൽ നാഭിയാകുന്ന സരസ്സുണ്ട്, അതിൽ നിന്ന് വരുന്ന ആ പുക അല്പമായി വരുന്ന അത് ആകാശമാണ്. വ്യോമ, തനുഭൂതം വ്യോമ, ആകാശമാണോ എന്ന് പ്രവിശദിവ, ആകാശമാണോ എന്ന് തോന്നുന്ന വണ്ണം പ്രവേശിക്കുന്നു. നാഭിയും കുഹരണി, നാഭിയെ രന്ധ്രത്തോടു കൂടിയ ആ കുഹരത്തിൽ. പല്ലയോ സർവമംഗളയായ ജഗജ്ജനനി, കാളിന്തി നദിയുടെ അതിസൂക്ഷ്മങ്ങളായ തിരമാലകൾ പോലെയുള്ള ആകൃതിയോടുകൂടിയ അതൊന്ന്, അതായത് ഏതോ ഒരു വസ്തു, രോമാവലി രൂപമായ ഏതോ ഒരു വസ്തു നിന്തിരുവടിയുടെ കൃശമായ മധ്യപ്രദേശത്തിൽ സൽബുദ്ധികളായ അല്ലെങ്കിൽ വിവേകികളായ ഭക്തന്മാർക്ക് പ്രകാശിച്ച് ശോഭിക്കുന്നുവോ, അത് നിന്തിരുവടിയുടെ കലശങ്ങൾ പോലെയുള്ള സ്തനങ്ങളുടെ പരസ്പരമുള്ള ഞെരുക്കം കൊണ്ട് മധ്യത്തിൽ അതിസൂക്ഷ്മമായി ഭവിച്ച ആകാശം രന്ധ്രത്തോടുകൂടിയ നാഭിയെ പ്രവേശിക്കുന്നുവോ എന്ന് തോന്നും വണ്ണം ശോഭിക്കുന്നു എന്ന് പറഞ്ഞാൽ, ഒന്നും കൂടി വിശദീകരിച്ച ശ്രീദേവിയുടെ രോമാവലിയെ കുജകലശങ്ങളുടെ അന്യോന്യ സമ്മർദ്ദത്താൽ മധ്യേ അതിസൂക്ഷ്മമായി ഭവിച്ച ദ്രവദ്രവ്യം പോലെ കീഴ്പോട്ടൊഴുകി നാഭീകുഹരത്തിൽ വീഴുന്ന
ആകാശരൂപേണ വർണ്ണിച്ചിരിക്കുന്നു. അത് ആകാശമാണോ എന്ന് തോന്നും വണ്ണം. അപ്പോൾ ആകാശം നീല നിറവും മൂർത്തിമത്തുമാണെന്ന് ഇവിടെ കവി കാണിച്ചിരിക്കുന്നു. അപ്പോൾ ഈ ശ്ലോകത്തിൻ്റെ അലങ്കാരം ഉൽപ്രേക്ഷ അലങ്കാരം. 2 ശ്ലോകം ഒന്നും കൂടി വായിച്ചിട്ട് ഒന്നിച്ചർത്ഥം പറയാം. ഹരക്രോധജ്വാലാവലിഭിരവലീടേന വപുഷ ഗഭീരേ തേ നാഭി സരസി കൃതസംഗോ മനസി ജഹാം സമുത്തസ്ഥൗ തസ്മാദചലതനയേ ധൂമലതിക ജനസ്താം ജാനീതേ ജനനി തവ രോമാവലിരിതി. അല്ലയോ ജഗന്മാതാവായ പാർവതി, പരമേശ്വരൻ്റെ കോപാഗ്നിജ്വാല സമൂഹം വ്യാപിച്ച ശരീരത്തോടുകൂടി മന്മഥൻ കാമദേവൻ നിന്തിരുവടിയുടെ ആഴമുള്ളതായ നാഭീസരസിൽ മുങ്ങിക്കുളിച്ചു. അപ്പോൾ അതിൽ നിന്ന് പുകക്കൂട്ടം പൊങ്ങി. ജനങ്ങൾ അതിനെ നിന്തിരുവടിയുടെ രോമാവലി എന്ന് കരുതുന്നു, അല്ലെങ്കിൽ മനസ്സിലാക്കുന്നു എന്ന് 76-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. അടുത്ത ശ്ലോകം 77. യഥേതത്കാളിന്ദീ തനുതരതരംഗാകൃതി ശിവേ കൃശേ മധ്യേ കിഞ്ചിത് ജനനി തവ യദ്ഭാതി സുതിയാം വിമർദ്ദാദന്യോന്യം കുചകലശയോരന്തരഗതം തനൂഭൂതം വ്യോമ പ്രവിശദിവ നാഭീം കുഹരിണീം. അല്ലയോ സർവമംഗളയായ ജഗജ്ജനനീ, കാളിന്തി നദിയുടെ അതിസൂക്ഷ്മങ്ങളായ തിരമാലകൾ പോലെയുള്ള ആകൃതിയോടുകൂടിയ യാതൊന്ന്, അതായത് ആ രോമാവലി രൂപമായ ഏതോ ഒരു വസ്തു നിന്തിരുവടിയുടെ കൃശമായ മധ്യപ്രദേശത്തിൽ സൽബുദ്ധികളായ ഭക്തന്മാർക്ക് പ്രകാശിച്ച് ശോഭിക്കുന്നു. അത് നിന്തിരുവടിയുടെ കലശങ്ങൾ പോലെയുള്ള സ്തനങ്ങളുടെ പരസ്പരമുള്ള ഞെരുക്കം കൊണ്ട് മധ്യത്തിൽ അതിസൂക്ഷ്മമായി ഭവിച്ച ആകാശം രന്ധ്രത്തോടുകൂടിയ നാഭിയെ, ആഴമുള്ള നാഭിയെ എന്നർത്ഥം, പ്രവേശിക്കുന്നുവോ എന്ന് തോന്നും വണ്ണം ശോഭിക്കുന്നു. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. അടുത്ത ശ്ലോകങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ വരുമ്പോഴേക്കും ഹരി ഓം. സകലം ശ്രീദേവ്യാർപ്പണമസ്തു. അപരാധ സഹസ്രാണി ക്രിയന്തേഹർനിശമ്മയാ ദാസോയമിതി മാമത്വ ക്ഷമസ്വ പരമേശ്വരി.